இப்போது மொட்டு செஞ்சுட்டோம். இனி அடுத்தது நேரு மாமா பேக்கெட்டில் வைக்கிற ரோஸ் பண்ண போகிறோம். பார்க்கலாங்களா? ഇത്ര രീതിയിൽ കട്ട് ചെയ്തു. ഈ തുണിയുടെ പേര് എന്നാണ്? ഓർഗൻഡി ക്ലോത്ത്. ഓർഗൻഡി ക്ലോത്ത്. അത് വയലുപറക്കുള്ള ക്ലോത്ത് എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കി നല്ല പ്രസ് ചെയ്ത് മടക്കി. ഒന്നിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് മടക്കി കണ്ട മടങ്ങുന്നുണ്ട്. മടക്കുമ്പോൾ നല്ല സ്റ്റിഫ് ക്ലോത്ത്. നേരെ നടു മടക്കണം കേട്ടോ. നടുവായിട്ടില്ല. അതെ ഫോൺ നടുവാണ്. നടുമടക്കി പിന്നെ അപ്പോൾ ഇത് 2 പീസ് 2 ഇതായിട്ട് കിട്ടും. ഭാഗം കിട്ടും. പിന്നെ പീസ് കിട്ടും. അതിന് നടു കിട്ടും. വരെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് അത്ര വരെ മടക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ പകുതി വരെ മടിയിട്ടാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് പ്രസ് ചെയ്ത് അത് അങ്ങനെ ഇരിക്കുക ക്ലോത്ത്. ഓക്കെ അങ്ങനെ മടക്കിയില്ലേ? ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ മടക്കി ഇങ്ങനെ എന്നിട്ട് ആദ്യം ഒരു റൗണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് വരുത്തിച്ചു. ഇത് നോക്ക്, ഒരു റൗണ്ട് കണ്ട ഉള്ളിൽ. എന്നിട്ട് പിന്നെ ഇവിടെ അങ്ങനെ ഫ്ലീറ്റ് ഇടണം. ഇത്ര ദൂരത്തിൽ പിടിച്ചാൽ മതി വീതി. ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ടാൽ ആ റൗണ്ട് കുറച്ചിങ്ങനെ അകലും. റൗണ്ട് എത്ര ചുറ്റി? 3 ഒരു 5-8 ചുറ്റണം. ഇത് നോക്കുക. അപ്പം ഇങ്ങനെ അകന്ന് വരും. കണ്ട മുന്നിൽ നോക്കിയിട്ട് ചെയ്യണം. ഈ ഫ്ലവറിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യണം. ഇത് തലയിൽ കയറുന്നത് കുറച്ച് പാടുക. ഇതാ കണ്ട കുറച്ചിങ്ങനെ അകന്ന് വരും. ഇതാ വരുന്നു ഫ്ലവർ വരണുണ്ടോ? എനിക്ക് വരുന്നു, ഞങ്ങൾക്ക് വരണ്ടേ? അതിപ്പോൾ കുറച്ച് ഇത് പ്രാക്ടീസ് ചെയ്യണത്. ഞങ്ങൾക്കൊക്കെ 2 ആഴ്ച പിടിച്ച് ഈ ഫ്ലവർ പഠിക്കാനൊക്കെ. ഇതാ ഫ്ലവർ റെഡി. കമ്പി വെച്ച് നമ്മൾ സാധാരണ പൂക്കൾ ചെയ്യുന്ന പോലെ തന്നെ കമ്പി ഇവിടെ വെച്ചിട്ട് നൂല് കെട്ടുക. നമുക്ക് അത് ചുറ്റുമ്പോൾ ഇത്ര വരെ ചുറ്റണം കേട്ടോ. മുന്നിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം, ഈ ഫ്രണ്ടിൽ നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ എത്ര ഇങ്ങനെ അകന്ന് വരുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ചെയ്യാൻ നോക്കട്ടെ.